ഹലോ. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ? രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഉപ്പുമാവിന് ഞാൻ നോക്കിയപ്പോഴേ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഇരിക്കുന്നത്. എന്നാൽ പിന്നെ എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ട് അങ്ങോട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. കാരണം വേറെ പഴമോ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ കൂടെ കഴിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ചേർക്കുകയെന്നുണ്ടെങ്കിൽ വേറെ പഴമോ അങ്ങനെ ഒന്നും വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കട്ടിംഗ് ബോർഡും യൂസ് ചെയ്യുന്നതുകൊണ്ട് കൈ വെച്ച് അരിയുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊന്നും ഓർക്കില്ലേ. എനിക്ക് ചില വെജിറ്റബിൾസ് മാത്രമേ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൂ കേട്ടോ. മാക്സിമം എല്ലാ വെജിറ്റബിൾസിനെ കൈ വെച്ച് തന്നെ അരിയുക. കാരണം എനിക്ക് അതായിരുന്നു ശീലം. അതുകൊണ്ട് എനിക്കതാണ് കംഫർട്ടബിൾ. പിന്നെ ഈ ക്യാരറ്റ് പോലെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കട്ടിംഗ് ബോർഡിൽ അരിയുക. കാരണം അത് കുറച്ച് കട്ടിയുള്ള സംഭവമാണല്ലോ. അപ്പോൾ കൈ വെച്ച് അരിയാനായിട്ട് അത് കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റും അങ്ങനെയൊക്കെയുള്ള ചില വെജിറ്റബിൾസ് മാത്രമേ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യത്തുള്ളൂ. അപ്പം ക്യാരറ്റും ഒക്കെ കുനുകുനാന്നരിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. സവോള കുനുകുനാന്നരിഞ്ഞു, പച്ചമുളക് കുനുകുനാന്നരിഞ്ഞു. ഇനി നമ്മുടെ ഇവിടെ പയറും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പയറും നമ്മളതുപോലെ കുനുകുനാന്നിങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പയർ ഞാൻ കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ അരിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈവച്ച് തന്നെ അരിഞ്ഞു. പിന്നെ ക്യാരറ്റ് കഴിക്കുമ്പോഴാണെങ്കിലും അതും കുറച്ച് വായിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബീൻസിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, റൗണ്ട് ഷേപ്പിലുള്ള കിഡ്നി ഷേപ്പിലുള്ള, അതും വായിലോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനത് ആദ്യം വേറൊരു ചട്ടിയിലിട്ട് നന്നായിട്ട് അങ്ങ് എന്താ പറയുക, വറുത്തെടുക്കുമോ, എന്താ പറയുക, നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ അങ്ങ് ആക്കി എടുക്കുന്നുണ്ട്. കാരണം ഉപ്പുമാവിൻ്റെ റവയിലോട്ട് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറമുറ ടേസ്റ്റ് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് ഉപ്പുമാവിലിരിക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ആദ്യമേ അതങ്ങ് വറുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അത് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ചട്ടിയിൽ എണ്ണയും കടുകും ഒക്കെ ഇട്ട് സവോള, പച്ചമുളക് എല്ലാം ഇട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെജിറ്റബിൾസും ഇട്ട് പിന്നെ നമ്മുടെ റവ ചേർത്ത്, ഉപ്പ് ചേർത്ത്, നെയ്യ് ചേർത്ത്, വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം അത് കുറച്ചൊരു മൂടി വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഉപ്പുമാവ് അതേ റെഡി ആയി കഴിഞ്ഞു. ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പഴമോ പഞ്ചാര ഒന്നും ചേർക്കാതെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ